എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 3 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ, അതായത് ഈ ഒരു ഓഗസ്റ്റ് 27 മുതൽ ഓഗസ്റ്റ് 29 വരെ ഓൺലൈനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനും അതുപോലെ പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും അവസരം. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷിച്ച് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 27 മുതൽ 29 വരെയാണ് ഈ ഒരു MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സിലേക്കുള്ള ഫൈനൽ അലോട്ട്മെൻറ്റ് ഫേസ് 3 അല്ല ഫേസ് 4 ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ് 30 പ്രസിദ്ധീകരിക്കും. അഡ്മിഷൻ 30 മുതൽ 31 വരെയാണ്, അതായത് ഓഗസ്റ്റ് 30 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ കോളേജുകളിലാണ് നടക്കുക. നിലവിൽ ഓണേഴ്സ് ബിരുദ പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ്, അതായത് ഫേസ് 4 ഓൺലൈൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ ആണ്, അതായത് ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ CAP 5 ഫൈനൽ അലോട്ട്മെൻറ്റ് 4 എന്ന് പറഞ്ഞുള്ള മുകളിലുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ HSC അല്ലെങ്കിൽ VHSC രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാസിംഗ് ഇയർ ഏത് വർഷമാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് ഇവിടെ കുറേ വർഷം കാണാൻ സാധിക്കും. അപ്പോൾ ഡിഗ്രി പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ടാണ് കുറേ വർഷം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം നെയിം, ആധാർ നമ്പർ, അതുപോലെ വീണ്ടും ആധാർ നമ്പർ കൊടുക്കുക. അതുപോലെയുള്ള ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ +2 ബോർഡ് ചോദിക്കുന്നുണ്ട്, ഏത് ബോർഡിലാണ് നിങ്ങൾ +2 പഠിച്ചത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വിവിധ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ വിവിധ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വിവിധ ബോർഡുകളുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അത് ഏതാണ് അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്കിവിടെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തുകൊണ്ട് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഓൾറെഡി അക്കൗണ്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിവിടെ സ്റ്റുഡൻറ്റ് മെറിറ്റ് കോട്ട എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്യുക. പ്രോഗ്രാംസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ വിവിധ പ്രോഗ്രാംസിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് താല്പര്യമുള്ളതെന്ന് നോക്കുക. അതിന് സൈഡിലായിട്ട് ഒരു പ്ലസ് ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നത്, അവിടെ എത്ര വാക്കൻസി ഉണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ BA ഇംഗ്ലീഷിൽ, ഞാനിപ്പോൾ കെമിസ്ട്രിയാണ്, അതായത് ഈ ഒരു BSc കെമിസ്ട്രിയാണ് പഠിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത് എന്ന് കരുതുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് അവിടെ വേക്കൻസി നോക്കുന്നുണ്ട്, BSc ഹോണേഴ്സ് കെമിസ്ട്രി. അപ്പോൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓരോ കോളേജിലെയും അവിടെ വേക്കൻസീസ് കാണാം. ഇവിടെ 19 ഉണ്ട്. അപ്പോൾ ഇതിനനുസരിച്ച് വിവിധ കോളേജിൽ തന്നെ നിരവധി വേക്കൻസി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതായത് ഇവിടെ നിരവധി വേക്കൻസീസ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് താല്പര്യമുള്ള എല്ലാ കോളേജുകളിലും അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്ന കോളേജിലൊക്കെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ BSc ഹോണേഴ്സ് കെമിസ്ട്രി SF എന്ന് പറയുന്നത് കാണാം, അത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അപ്പോൾ ഞാനിപ്പോൾ എയ്ഡഡ് കോളേജിലേക്കാണ് ഓപ്ഷൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു എയ്ഡഡ് ഫോറൻസിക് കെമിസ്ട്രി എന്നുള്ള, അതായത് ഒരു ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ കോളേജ് തുരുത്തിക്കാട്, അതായത് ആ ഒരു കോളേജാണ് കൊടുക്കുന്നത് എന്ന് കരുതുക. അതുപോലെ തന്നെ ഞാനിവിടെ ഈ ഒരു വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നു. അതായത് ഇവിടെ നാനോ കെമിക്കൽ ആൻഡ് ടെക്നോളജി എന്നുള്ള ഒരു സ്പെസിഫിക്കേഷനുള്ള കോഴ്സ് കൂടി കൊടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ നിങ്ങളുടെ പ്രയോറിറ്റി ബേസിൽ നിങ്ങൾക്ക് ഏത് കോളേജ് വേണമെങ്കിലും ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഏത് കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കോഴ്സ് മനസ്സിലാക്കി ഏതൊക്കെ കോഴ്സുകൾക്കാണ് താല്പര്യമുള്ളത്, ആ ഒരു കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലേക്ക് അപ്ലൈ ചെയ്യണം, അത് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് കൊടുക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാ കോളേജിലും എല്ലാ കോഴ്സിലേക്കും നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അതായത് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു 29 അതായത് 29 30 പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ ഒരു 30 പ്രസിദ്ധീകരിക്കുന്ന സമയത്ത്
വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു മുകളിലായിട്ട് തന്നെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ഒരു റിസോഴ്സ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാണാം. അവിടെ റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മെനു ബാർ കൂടി വരും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുക, കോഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു കോഴ്സിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നില്ലാണെങ്കിൽ നില്ലുള്ളത്, അതുപോലെ ഞാൻ നേരത്തെ സെലക്ട് ചെയ്തതുപോലെ ഫോറൻസിക് സയൻസിൻ്റെ അത് ആണെങ്കിൽ ആ ഒരു സ്പെസിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനവും അതുപോലെ തന്നെ ആ ഒരു കോഴ്സിൽ എത്ര വാക്കൻസി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കോഴ്സിൽ 21 വാക്കൻസി ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് അവിടെ അല്ലെങ്കിൽ 9 വാക്കൻസി ഉണ്ട്. നിങ്ങളുടെ റാങ്ക് ഒരു 1 അല്ലെങ്കിൽ ഒരു 9 അല്ലെങ്കിൽ 8 ഒക്കെ ആണെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങളോട് വരാൻ പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ ഈ ഒരു ഓഗസ്റ്റ് 31 പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. കാരണം ഓഗസ്റ്റ് 30 റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുള്ള ആ ഒരു കോളേജുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 30 മുതൽ 31 വരെ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുള്ള കോളേജിൽ വിളിച്ച് നിങ്ങൾ പോയിട്ട് അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷിക്കാത്തവർക്കും അതുപോലെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം. പുതിയ അപേക്ഷ നൽകാനായിട്ട് ന്യൂ രജിസ്ട്രേഷൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അതായത് ഓൾറെഡി അപേക്ഷിച്ച വിദ്യാർത്ഥി ലോഗിൻ ചെയ്ത് പുതിയ ഓപ്ഷനുകൾ വേക്കൻസി നോക്കിയിട്ട് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആ ഒരു കോളേജിൽ കോഴ്സിൽ ഓപ്ഷൻസ് ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.